രസകരമായ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരിക്കലും മനഃപൂർവ്വമാണെന്ന് തോന്നരുത്. ഇത് കാണുന്ന സമയത്ത് അറിയാണ്ട് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എന്തായാലും പ്ലെയിൻ കാണുന്ന വഴി രേണുവിൻ്റെ കാലും കാണാൻ പറ്റി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് അടുത്തൊരു വെറൈറ്റി സാധനമാണ്. എന്തായാലും റെഡ് ഡ്രസ്സിന് പച്ച ഗ്ലാസ് ചേരുന്നുണ്ട്. എന്തൊക്കെ കാണണം ഭഗവാനെ ഒരു കണ്ടൻറ്റ് ചെയ്യണമെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ ലെവല് കൊള്ളം ചേച്ചി. സോറി, ചില റീൽസുകൾ കാണുമ്പം നമ്മൾ പോലും അറിയാണ്ട് ചില എക്സ്പ്രഷൻസ് നമ്മളുടെ ഫേസിൽ വരും. അങ്ങനൊരു എക്സ്പ്രഷൻ പിടിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. അതിൽ നിന്ന് ബാക്ക് ഓൺ ട്രാക്കിലോട്ട് വന്നു. അമിയ അൺഫിൽറ്റേഡ്, കം ബാക്ക്, യു ആർ ഡൂയിങ് എ വീഡിയോ. സോ ഹായ് ഗൈസ്, ഹാപ്പി ഈദ് മുബാറക്. ഈദ് മുബാറക് സ്പെഷ്യൽ രേണുസുതി വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ആദ്യത്തെ കാര്യം, നിങ്ങൾ കമൻറ്റ് ചെയ്തത് ഈസ് അബൌട്ട് സോ എനിക്ക് മനസ്സിലാവുന്നു എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി അങ്ങോട്ട് വീഡിയോയിൽ മാക്സിമം സോ എന്ന് പറയുന്നത് കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ മുടി പിടിച്ച് കളിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കമൻറ്റ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാവിലെ ഒരു 7:45 വർക്കിന് പോകുന്നതാണ്. ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞിപ്പോൾ വീട്ടിൽ വന്ന് കയറിയ എക്സാക്ട് സമയം എന്ന് പറയുന്നത് 18:58. സോറി, ഇതിലുള്ള റെയിൽവേ ടൈമാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ 7 മണിയായി. അപ്പം ഇനി ഞാൻ വീട്ടിൽ വന്ന് കയറിയ ഞാൻ ഇനി കുളിച്ച് ഫ്രഷായി ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വർക്ക് കഴിഞ്ഞ് വന്നാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഞാൻ നേരെ വീഡിയോ എടുക്കാനാണ് ഇരിക്കുക, കണ്ടന്റ് കണ്ടുപിടിച്ച്. അപ്പോഴേക്ക് നമ്മൾ ഭയങ്കര ടയേർഡാവും, നമുക്ക് നല്ല ക്ഷീണം വരും, നമുക്ക് നല്ല ചൂടെടുക്കും. അപ്പോൾ ഈ മുടി ഒന്ന് ഇങ്ങനെ ഇട്ടാൽ ചൂടൊന്ന് കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ ആ കമൻറ്റും ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇനി മാക്സിമം ആ ഒരു മുടി വലിച്ചു വാരി ഇടുന്ന ഒരു കാര്യവും ഞാൻ ഒഴിവാക്കാം. കാരണം ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെ 5 or 6 സെയിം കമൻസ് കണ്ടതുകൊണ്ടാണ് ആദ്യം ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ ഇട്ടിട്ടുള്ള 2 റീൽസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആഹാ, എന്താ അടിപൊളി, വേറെ ലെവൽ റീൽസ് അല്ലേ. രേണുസുതിയുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 റീൽസാണിത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏതോ ചെമ്പരത്തി റെസ്റ്റോ കഫേ സംതിങ്, എൻ്റെ പേര് എൻ്റെ ഇന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് രേണുസുതി UAE പോവാണ്. എനിക്ക് തോന്നുന്നു അടുത്ത മാസം April 2 ആൾ തിരിച്ചു വരും. ഏകദേശം 13 ദിവസം അവിടെ നിൽക്കും. 13 സെറ്റ് ഓഫ് ഡ്രസ്സസ് എൻ്റെ ട്രോളിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ പോകുന്ന വഴി ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോയും ഫ്ലൈറ്റ് കയറി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു റീൽസുമാണ് ആൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇതിലിട്ടിട്ടുള്ള ഗ്ലാസ് എനിക്ക് തോന്നുന്നു നെവിൻ തന്നിട്ടുള്ള ഗ്ലാസ്സാണ്, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തൊക്കെയാണേലും അത് കൊള്ളാം. പക്ഷേ ഇവിടെ വിഷയം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ, രേണുസുതി ചേച്ചി പോകുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഓൺലൈൻ മീഡിയ ചേട്ടന്മാരോട് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി പടം ഇപ്പോൾ ഓടിക്കൊണ്ട് നിൽക്കുകയാണ്, ആട് 3 ഒക്കെ. അതിൻ്റെയൊക്കെ ആ ഭാഗത്ത് പോയി 4 ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുകയോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന കുറേ കോൺട്രവേഴ്സികൾ നിങ്ങൾക്കറിയാം, പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. ഇനി അത് വേണ്ട, മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈം കേസസ് നടക്കുന്നുണ്ട്. ഇനി അതൊന്നും വേണ്ട. പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, കഴിക്കാൻ ഒരു നേരം ഭക്ഷണം ഇല്ലാണ്ട് അല്ലെങ്കിൽ വീടില്ലാണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇവരുടെയൊക്കെ ഒരു കണ്ടന്റ് ഇവരുടെ പേജിൽ സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ രക്ഷിക്കുന്നതിൽ കൂടെ അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും. എന്നാൽ ഇതൊന്നും ഇടാണ്ട് എല്ലാവരുടെയും ഒരു പ്രൈമറി ഫോക്കസ് അല്ലെങ്കിൽ പ്രൈമറി അറ്റൻഷൻ രേണു ചേച്ചി ആയതുകൊണ്ട് തന്നെ രേണു ചേച്ചീൻ്റെ അടുത്ത് നമ്മുടെ ചേട്ടന്മാർ ഫുള്ളിൽ എത്തിയിട്ടുണ്ട്. ചേട്ടന്മാർ നിര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, രേണു ചേച്ചി നിര മറുപടികളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളും മറുപടികളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഞാൻ ഒരു ഓർഡറിലൊന്നല്ല എടുത്തിരിക്കുന്നത്, നിങ്ങളുമായി സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പീസസ് ഞാൻ അങ്ങ് എടുത്തതാണ്. സോ ഓർഡറൊക്കെ തെറ്റിയാലും നമ്മുടെ കണ്ടന്റ് എന്നും സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സബ്സ്ക്രിപ്ഷൻ വെച്ച ആൾക്കാർ കണക്ക് കൂട്ടിയിട്ട് വരുമാനം എത്ര വരെ വെളിപ്പെടുത്തി തുടങ്ങി. ഞാൻ പോലും കണക്ക് കൂട്ടിയില്ല, അതാണ് സത്യം. എനിക്ക് അറിയില്ല സത്യം. ഈ ഇടയിലും കണ്ട സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സത്യമുള്ള കാര്യം പറയല്ല, വരുമാനം അത് ഇത്ര വെച്ച് കൂട്ടാനോ കൂടി ഇതൊന്നും എനിക്കറിയാം. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ ഇത്രയും ഉണ്ടായിരുന്നു, ഇത്രയായോ എന്നൊക്കെ എനിക്കറിയില്ല. എത്രയാണ് മെറ്റ എടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴാണ് അത് അറിഞ്ഞു വരുന്നത്. വീഡിയോന്റെ തുടക്കം തന്നെ രേണുസുതി ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷനിൽ നിന്നാണ്.
എന്തായാലും ഇപ്രാവശ്യം മീഡിയക്കാരുടെ Q&Aയുടെ പ്രൈമറി ഫോക്കസ് സബ്സ്ക്രിപ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇവിടെ രേണു പറഞ്ഞ ഈ ഒരു സാധനത്തിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാനൊരു യൂട്യൂബറാണ്, എൻ്റെ ചാനൽ അത്യാവശ്യം മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ചാനലിൻ്റെ അപ്ഡേറ്റ് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും നോക്കുക മോണിറ്റൈസ്ഡ് ഭാഗങ്ങളിലാണ്. അതിനിപ്പോൾ ഇത്ര വലിയ തെറ്റുള്ള കാര്യമല്ല. ഇപ്പോൾ രേണു തന്നെ പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയയിൽ പല അക്കൗണ്ടുകളും പല കാര്യങ്ങളും കാണിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്, ക്യാഷിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ട് ഒരു 5-6 മാസം ആവണം. അങ്ങനെയാണ് ഈ പറയുന്നതിൽ ഒരു ശരിയുണ്ട്. കാരണം 6 മാസം ഒന്നും നമ്മൾ നോക്കില്ല. പക്ഷെ ഏതൊരു സാധനവും തുടങ്ങുന്ന ഒരു ഇനീഷ്യൽ ഫേസിൽ നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ പ്രോഗ്രസ് വാച്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 ജാനുവരി 15-ലാണ്. ആ ജാനുവരി 15 തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും എനിക്കൊരു ഭയങ്കര ഒരു ത്വരയായിരുന്നു, ഒരു 1K എത്തിക്കണം എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിൽ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തായാലും നോക്കും. ഇല്ലെങ്കിൽ ആദ്യം ഇട്ട 45 അല്ലേ, പിന്നെ എന്തിനാ മാറ്റി 180 ആക്കിയത്? കാരണം രേണുവിന് മനസ്സിലായി സബ്സ്ക്രൈബറിന് എണ്ണം കൂടുന്നുണ്ട്. ഇങ്ങനെ കൂടുകയാണെങ്കിൽ എനിക്ക് ഏർണിംഗ് കൂട്ടാം എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് രേണു 180 ഇട്ടത്. 180 ഇട്ടത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം രേണുസുതിക്ക് 1 ലക്ഷത്തിൻ്റെ മുകളിൽ ഒരു മാസം സബ്സ്ക്രിപ്ഷനിൽ നിന്ന് മാത്രമായിട്ട് ലഭിക്കുന്നുണ്ട്. അത് ഞാൻ കൂട്ടി നോക്കിയില്ല, എനിക്കറിയില്ല. ഇത് വൻ കള്ളത്തരം. ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം സോഷ്യൽ മീഡിയ അത്യാവശ്യം യൂസ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അറിയുന്ന ഒരു സാധനം തന്നെയാണ്. ഞാൻ ഈ 2 ആഴ്ച മുമ്പാണ് അറിഞ്ഞേ എന്ന് പറയുന്ന സാധനം എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം. ഈ സബ്സ്ക്രിപ്ഷൻ ഉദ്ദേശിക്കുന്ന ഹോട്ട് കണ്ടന്റ് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങൾ സബ് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ എന്താ ഇടുന്നത് കാണേണ്ടവരാണെങ്കിൽ കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്, അവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് ഫസ്റ്റ് ഇങ്ങനെ തമ്പലിനോ എന്തോ അതിന് പറയുന്നത്, അതിന് തമ്പലൈൻ, അത് തന്നെ, അതിൽ ഇടുന്നുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിപ്പോ ഒരു ആൽബം ചെയ്താലും നിങ്ങൾക്കറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് പ്രതീഷിന്റെ ഒക്കെ കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ വയറ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് അതിലും ഇപ്പം ഫോട്ടോ എടുക്കുമ്പം കാണുന്നത്. അതിപ്പം അതത്ര വലിയ സംഭവമാണെന്നോ ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സബ് ചെയ്യുന്നതിനകത്ത് കയറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അത് അവരെടുത്തോട്ടെ. ഇവര് ചോദിച്ച ആദ്യത്തെ ചോദ്യം, സബ്സ്ക്രിപ്ഷനിൽ ഹോട്ട് കണ്ടന്റ് ആണോ? 100% സബ്സ്ക്രിപ്ഷനിൽ ഹോട്ട് കണ്ടന്റ് ആണ്. എനിക്ക് അത്യാവശ്യം അറിയുന്ന ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന വ്ളോഗേഴ്സൊക്കെ അവരുടെ ചാനലിൽ സബ്സ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്യുന്നത് ഹോട്ട് കണ്ടന്റ് തന്നെയാണ്. രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷനിലെ കുറച്ച് ഫോട്ടോസ് ലീക്കായിരുന്നു. ആ ഫോട്ടോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ മെയിനായിട്ട് ആൾ കാണിച്ചത് ആളുടെ ക്ലീവേജും ആളുടെ വയറുമാണ്. ഇത് രണ്ടും ഒരു ഹോട്ട് കണ്ടന്റ് തന്നെയാണ്. ആൻഡ് ഇവിടെ രേണു വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പല സിനിമയിലോ ഷൂട്ട്സിലോ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഈ തരത്തിലുള്ള ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളോ ഞാൻ എന്ത് ചെയ്യലുണ്ട്, അപ്ലോഡ് ചെയ്യലുണ്ട് എന്ന് രേണു പറയുന്നുണ്ട്, അല്ലെങ്കിൽ കാണിക്കലുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വലിയൊരു സീനല്ല. പിന്നെ രേണു എന്തിനാണ് ഇത്ര ഡിസ്റ്റർബ്ഡ് ആവുന്നത്? രേണുവിന് ഡിസ്റ്റർബ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഞാനതാ പറഞ്ഞത്, നമ്മൾ വളരെ പേഴ്സണലായി വെച്ചൊരു സാധനം അത് പബ്ലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. രേണു തന്നെ പറയുന്നു, ഞാൻ എല്ലാവരെയും കാണിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഒരു സബ്സ്ക്രിപ്ഷൻ്റെ പേരിൽ രേണുസുതി എന്ന് പറയുന്ന ആക്ട്രസ് ഇത്രത്തോളം ഇറിറ്റേറ്റഡ് ആവുന്നത്? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പേയ്മെൻറ്റ് കൊടുത്ത് കയറി കാണുന്ന ഒരു സാധനമാണ്. ഒരു പെർട്ടിക്കുലർ വ്യക്തി ഒരു പേയ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി അയാൾ ഒരു പ്രൊഡക്റ്റ് ഡെലിവേർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. രേണുസുതി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഈ ഫോട്ടോസ് ഇടുന്നത്. അപ്പം അതിൽ പൈസ കൊടുത്ത് ആ ഫോട്ടോ കാണുന്ന വ്യക്തികൾ എന്ത് വേണേലും ചെയ്യാം. ചിലർ മിസ്യൂസ് ചെയ്യാം, ചിലർ അത് വെച്ച് വേറെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാം, ചിലർ സോഷ്യൽ മീഡിയയിലാക്കാം. നമുക്കൊരു കുറ്റവും ഒരു പരാതിയും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് വലിയ നടിമാരുടെ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇവരുടെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതും പറഞ്ഞിട്ട് കാര്യമല്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിഗത താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടമാണ്. അവരെടുത്തോട്ടെ. ഇപ്പൊ അഹാന കൃഷ്ണയൊക്കെ മറികടന്ന രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണോ? അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് എന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും സാധാരണക്കാരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്, നിൽക്കുന്നത്. എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഏകദേശം ഇപ്പൊ 800 സംതിങ് ടൈം. രേണു അഹാന 2 പേരും സെലിബ്രിറ്റിയാണ്.
അഹാന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആരാ വലിയൊരു സെലിബ്രിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റുന്ന പേര് രേണുസുതി തന്നെയാണ്. കാരണം അഹാന മൂവീസ് കഴിഞ്ഞ് ആളുടെ യൂട്യൂബും കണ്ടന്റുമായിട്ടാണ് പോകുന്നതെങ്കിൽ രേണു ഇനാഗ്രേഷൻ ടു ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ്, ഷൂട്ട് ടു ഷൂട്ട് എന്ന് പറഞ്ഞ് ഓടി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു സാധാരണക്കാരി, ഞാനൊരു പാവം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. രേണുസുതിയും അത്യാവശ്യം നല്ലൊരു സെലിബ്രിറ്റിയാണ്. പക്ഷെ രേണുവും അഹാന കൃഷ്ണയും ഇവിടെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രേണുസുതിൻ്റെ അടുത്ത് ഒരുപാട് ഹെയ്റ്റ് ഉണ്ട്, അഹാന കൃഷ്ണേൻ്റെ അടുത്ത് അത്ര ഹെയ്റ്റ് ഇല്ല. ആൻഡ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അഹാന എന്ന് പറഞ്ഞ വ്യക്തിക്ക് എപ്പോഴും അന്നും ഇന്നും അങ്ങോട്ടും ഒരു സ്റ്റാൻഡേർഡ് ആൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രേണുസുതി എന്ന് പറയുന്ന കാര്യം ഒന്നും പേഴ്സണൽ അല്ല, എല്ലാം പബ്ലിക്കാണ്. അഹാനയ്ക്ക് കുറേ കാര്യങ്ങൾ ആളുടെ ലൈഫിൽ പേഴ്സണൽ ആയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിൽ കൂടിയൊക്കെയോ പോകുന്നത്, അഹാന എന്ന് പറയുന്ന വ്യക്തി ഒരു സ്റ്റാൻഡേർഡ്. ഈവൻ അഹാനേൻ്റെ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടു നോക്ക്, ഒരു റീൽസ് കണ്ടു നോക്ക്. ലൈക്ക് ഞാൻ ബേസിക്കലി ഭയങ്കര കൃഷ്ണകുമാർ ഡോട്ടേഴ്സ് ഫാൻ എന്നല്ല പറഞ്ഞത്. അഹാനേൻ്റെ വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ ക്വാളിറ്റി, വീഡിയോ മോഡുലേഷൻ, വീഡിയോ ടൈപ്പിൻ്റെ ഒക്കെ ഒരു ബിഗ് ഫാനാണ്. സോ അഹാനയോളം വളർന്നിട്ടുള്ള അല്ലെങ്കിൽ അതിലപ്പുറം വളർന്നിട്ടുള്ള ഒരു രേണുസുതിയാണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ വലിയൊരു ദൈർഘ്യമുണ്ട് എന്നുള്ളത് ഓർത്താൽ മതി. ഇപ്പം ഈ പറഞ്ഞ എല്ലാ സെലിബ്രിറ്റികളും അവരവരുടെ കാര്യങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുന്നില്ല. ഇപ്പൊ രേണുസുതി ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇപ്പം എനിക്കറിയില്ല അതെന്താണ്. ഇപ്പൊ എല്ലാവരും ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഫുള്ള് തെറിക്കമല്ലാണ്. അതെന്താണ്, എന്തുകൊണ്ടാണ്, ഞാൻ ആർക്ക് എന്താണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കാരെ തിരുത്താൻ പറ്റത്തില്ലല്ലോ. അതങ്ങനെ അങ്ങ് പോട്ടെ, ഞാൻ എന്റെ വഴിക്ക് പോകും. എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിട്ടും രേണുസുതിയുടെ ഒരു ടോപ്പിക് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നു? ഫസ്റ്റ് തിങ്, വ്യൂവർഷിപ്പ് ഉണ്ട്. രേണുസുതിയുടെ ഒരു കോണ്ടന്റിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് ഉണ്ട്. അതിൽ കൂടുതലും നെഗറ്റീവ് സൈഡാണ്, അതിൻ്റെ കൂടെ തന്നെ പോസിറ്റീവ് സൈഡ് ഓഫ് ആസ്പെക്റ്റും ഉണ്ട്. ആൻഡ് രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി രേണുസുതി എന്ന് പറയുന്ന വ്യക്തി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോണ്ടന്റുകൾ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഈ കോണ്ടന്റ് എടുത്തു വെച്ച് സംസാരിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്, എന്ത് മിസ്റ്റേക്കാണുള്ളത്, എന്താണ് ഇവർ ചെയ്യുന്നതിലെ പ്രശ്നം എന്ന് പറയാമോ? കാരണം ഈ അഹാന കൃഷ്ണൻ ഇങ്ങനെ മീഡിയക്കാരുടെ മുമ്പിൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വന്ന് ഇങ്ങനെ പറയുന്നുണ്ടോ, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, എനിക്ക് മാനസിക ഡിപ്രഷൻ ഉണ്ട്, പട്ടാളക്കാരനായിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, കാക്കയായിട്ടുള്ള ഫ്രണ്ട് ഉണ്ട്, ഫിറോസ് അങ്ങനെ ചെയ്തു, നോബിള് ഫിലിപ്പ് ഇങ്ങനെ ചെയ്തു, ഫിറോസ് തന്ന വീട് കൊള്ളൂല, മതിൽ പൊട്ടിപ്പോയി, നോബിള് തന്ന സ്ഥലം കൊള്ളൂല, അച്ഛനോ അയാൾ വിശപ്പാമ്പ്, ഇങ്ങനെയൊന്നും വേറെ ഒരു ആക്ട്രസ്മാരും ഒരു സബ്സ്ക്രിപ്ഷനുള്ള ആൾക്കാരും പറഞ്ഞു നടക്കുന്നില്ല. അവരവരുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോ എല്ലാ ദിവസവും മീഡിയേൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കോണ്ടന്റ് ഞാൻ ഇങ്ങനെ ഇട്ട് പോകാൻ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. രേണുസുതി ഇടുന്ന കോണ്ടന്റുകൾ വിത്ത് രേണുസുതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നുള്ളത്. അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. രേണുസുതി എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നോ അന്ന് ഞാനും സ്റ്റോപ്പ് ചെയ്യും. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ ഇമാജിനേഷനിൽ രേണു ഇത് പറഞ്ഞു ആക്കി എന്ന് പറഞ്ഞല്ല ചെയ്യുന്നത്. രേണു പറയുന്ന കാര്യങ്ങളാണ്. ഫ്രീഡം ഓഫ് റൈറ്റ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ഓരോരുത്തർക്ക് അവനവൻ്റെ ഇഷ്ടത്തിൽ യൂട്യൂബ് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു, നിങ്ങൾ നിങ്ങളുടെ ഹോട്ട് പിക്സ് അതിലിടുന്നു, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെയും ഇഷ്ടമാണ്. ലൈംഗിക ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ മീഡിയയുടെ സൈഡിൽ നിന്ന്? അതായത് ഡബിൾ മീനിങ് ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഒട്ടുമിക്ക മീഡിയക്കാരും എനിക്ക് തോന്നുന്നു എന്റെ സുഹൃത്തുക്കളും ഞാൻ അങ്ങനെയാണ് അവരെ കാണുന്നത്. ഞാൻ എനിക്ക് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് അങ്ങനെ ഒരു സ്വഭാവമില്ല. പിന്നെ അത് തന്നെയല്ല, ഞാൻ അങ്ങനെ ചോദിച്ചെന്നൊന്നും ഞാൻ ഇന്നുവരെ എങ്ങും പറഞ്ഞിട്ടുമില്ല. പിന്നെ അവര് എന്താ പറയാ, എന്ത് ചോദിച്ചാലും ഞാനിത് തമാശ രീതിയിൽ എടുത്തുള്ള തമാശക്കുള്ള ഉത്തരങ്ങളെ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ സീരിയസ് ആക്കാനോ അത് വലിയ വിഷയമാക്കാനോ ഒന്നും ഞാൻ ഇന്നുവരെ വന്നിട്ടില്ല. ഓക്കെ, ഓൺലൈൻ മീഡിയക്കാരുടെ ചോദ്യങ്ങളിൽ ലൈംഗിക ചുവ തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഓൺലൈൻ മീഡിയക്കാർ രേണുസുതിയുടെ ലൈഫിൽ ഇടപെടുന്നത് ഭയങ്കര കൂടുതലാണ്. ഇവരുടെ പല ചോദ്യങ്ങളും പല കൊനിഷ്ടുകളും രേണുവിനെ സംബന്ധിച്ച് ഇത് റീച്ച് ഉണ്ടാക്കുന്നതാണെങ്കിലും, പക്ഷെ നമ്മളെപ്പോലെ ഈ വീഡിയോ കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിട്ട് പലതും വളരെ മോശപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഞാൻ ഒരുപാട് ചോദ്യങ്ങളെ വളച്ചൊടിച്ച് പറയും. എനിക്ക് ഒരൊറ്റ ചോദ്യം പറയാനുള്ളൂ, വട റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. രേണു അക്ഷയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് രേണു കഴിക്കുന്ന എനിക്ക് തോന്നുന്നു ചോറോ അങ്ങനെ എന്തൊക്കെയോ ആണ്.
ആ ചോറിൻ്റെ എന്തോ ഒരു കഴിക്കുന്ന ഫുഡിൻ്റെ ടൈമിലാണ് ഇവർ വടേനെ പറ്റി ചോദിക്കുന്നത്. വട എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാമല്ലോ. അതൊരു ലൈംഗിക ചൊവ്വയുള്ള ചോദ്യമല്ലേ? രേണുസുധിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നിർത്തേണ്ടവരെ നിർത്തേണ്ട രീതിയിൽ നിർത്താൻ അറിയില്ല. രേണുസുധിക്ക് ഇത്രയും ഹെയ്റ്റ് വരാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ മീഡിയക്കാരുടെ ചോദ്യവും ചോദ്യത്തിന് രേണു കൊടുക്കുന്ന റിപ്ലൈയും ആണ്. എന്ന് നിങ്ങൾ ആ ചോദ്യം സ്റ്റോപ്പ് ചെയ്യുന്നോ അന്നത്തോടുകൂടി നിങ്ങളുടെ കണ്ടന്റും സോഷ്യൽ മീഡിയയിൽ അങ്ങ് അവസാനിപ്പിക്കും. അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ലൈം ലൈറ്റിൽ നിൽക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു മെയിൻ ടീം ഈ ഓൺലൈൻ മീഡിയക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരിനി എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും, അവരിനി നിങ്ങളെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാണ്ട് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും പോവില്ല. ബിക്കോസ് ഷീ നീഡ് ദാറ്റ് റീച്ച്. ഞാൻ പറയട്ടെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ രേണുസുധി വലിയ ഉയരങ്ങളിലെത്തി. ഈ ഉയരങ്ങളിൽ നിന്ന് താഴോട്ട് വിടാൻ ഇത്ര വലിയ പാടൊന്നുമില്ല. എന്നും എല്ലാവരും ഒരുപോലെ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കില്ല, എന്നും എല്ലാവരും ഒരുപോലെ റീച്ചിലും നിൽക്കില്ല. എന്തും എപ്പോൾ വീണെങ്കിലും വീഴാം. ആ വീഴാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബുദ്ധിപരമായി കളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു സ്പേസ് ആണത്. പക്ഷെ നിങ്ങളുടെ ഒരു പ്രശ്നം, ആ സ്പേസ് നിങ്ങൾ നെഗറ്റീവ് വഴി കൂടിയാണ് ഉണ്ടാക്കുന്നത്. ആ നെഗറ്റീവിനെ ചോദ്യം ചെയ്യുകയാണ് നമ്മളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർ. ശരിയല്ല, ഞാനൊക്കെ 6 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു സ്റ്റേജിലെത്തിയിട്ട് 6 മാസം, കറക്റ്റ് 6 മാസമായി. അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ചെയ്യാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനെയല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയുന്നത്, നമ്മൾ കലാപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ, സെലിബ്രിറ്റികൾ അല്ലാത്തവരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പം ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നുമില്ല, ഒരു പ്രശ്നം. ഇത് ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു സാധനമുണ്ട്, പൈസ വേണം. ഓഫ് കോഴ്സ് പൈസ വേണം. എല്ലാ മനുഷ്യന്മാർക്കും പൈസ വേണം. പൈസ അല്ലാണ്ട് ഒരു മനുഷ്യനും ഈ ലോകത്ത് കറണ്ട് ഫ്രീ ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗം നമ്മൾ ചോദ്യം ചെയ്യും. വളരെ വൃത്തിയിൽ പഠിച്ച് അധ്വാനിച്ച് ഒരു ഫേമിൽ പോയി ജോലി ചെയ്യുന്നതും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ രേണുസുധിയുടെ ഇത് മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കേസ് പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ 4 വർഷമായി ജോലി ചെയ്യുന്നു. 4 വർഷം എന്ന് വെച്ചാൽ ഈ ജൂലൈ 22 വന്നാൽ എൻ്റെ 4 ഇയർ എൻ്റെ ഓഫേഴ്സാണ്. അപ്പോൾ ഈ 4 ഇയർ വരെ എൻ്റെ ജോലിയിൽ ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ പഠിച്ചു പോയി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഒരു കൗൺസിലറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു യൂട്യൂബ്, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാവർക്കും എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ഓഫ് കോഴ്സ് അവരെന്നെ ചോദ്യം ചെയ്യും, ബൈ ദിസ് കണ്ടന്റ്, എന്തിനീ കണ്ടന്റ് ചെയ്യുന്നത്, നിനക്ക് വ്ളോഗ് ചെയ്തുകൂടെ, അത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ എന്ന് കരുതി അവരോട് ചോദിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ എന്ത് മറുപടി കൊടുക്കണം എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. കൊടുക്കാം, കൊടുക്കാതിരിക്കാം, വിടാം, സൈലൻ്റ് ആയിരിക്കാം. അങ്ങനെ മറുപടി കൊടുത്താൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ആലോചിച്ചാലറിയാം. അപ്പം അത്രയേ ഇവിടെ ഒരു സംഭവമുള്ളൂ. രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പലരും ചോദിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എവിടെ ചെയ്യണം? നമ്മളുടെ റൂമിൻ്റെ ഉള്ളിൽ ആരും കാണാത്ത പോലെ. അങ്ങനെയാണ് ഒരു വിഷയമില്ല. ഞാനിപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ എന്നോട് ആരും ചോദിക്കാൻ വരില്ല. എൻ്റെ അഭിപ്രായം എനിക്ക് ഇഷ്ടമുള്ള പോലെ പറയും. പക്ഷെ ഞാൻ ഈ ക്യാമറയും ട്രൈപ്പോഡും ഓൺ ചെയ്ത് വെച്ച് ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് വീഡിയോ കാണുന്ന നിങ്ങളുടെ അടുത്ത് വായ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് സാധനമാണത്? മിലിറ്ററി ഓഫീസറുമായിട്ട് പ്രണയത്തിലൊന്നുമല്ല. അങ്ങനെ ഒരാളുണ്ട്, എൻ്റെ ഫാനാണ്. ഫാനെന്ന് പറഞ്ഞപ്പോൾ ഇവളായ എന്താണെന്നൊക്കെ അതൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. വല്ലപ്പോഴുമാണ് മെസ്സേജ് പോലും അയക്കാറുള്ളത്. രേണുസുധി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുള്ള മെയിൻ കോൺട്രവേഴ്സീസ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ സാധനമാണ് ഒരു മിലിറ്ററിക്കാരൻ. രേണുസുധി ഏതോ ഒരു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക, ലിറ്ററലി സെയിം. രേണുവിൻ്റെ ഡ്രസ്സ് ഏതാ എനിക്ക് ഓർമ്മയില്ല, ഐ തിങ്ക് ഒരു ക്രീം കളർ എന്തോ ഡ്രസ്സാണ്. അത് ഇട്ടുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആ പേഴ്സണൽ സ്പേസിൽ മീഡിയക്കാർ കയറി ക്യാമറയും കൊണ്ട് വന്ന് വീഡിയോ എടുത്തു. അപ്പോഴാണ് രേണുസുധി ഇവരെടുത്ത് പറയുന്നത് അബൌട്ട് ദിസ് പട്ടാളക്കാരൻ. അന്ന് ഇതുപോലെയല്ല പറഞ്ഞു. ഇപ്പം എന്ത് മാന്യമായിട്ടാണ് പറയുന്നത്, ഒരു പട്ടാളക്കാരനുണ്ട് എൻ്റെ സുഹൃത്താണ് എന്ന് വളരെ മാന്യമായിട്ടാണ് പറയുന്നത്. ഇതല്ലാണ്ട് അന്ന് പറഞ്ഞൊരു രീതി ഉണ്ടായിരുന്നു, ഒരു പട്ടാളക്കാരൻ
അത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സിയാണ്. അടുത്തത് ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു എന്ന് പറഞ്ഞ സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മാനസികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ മനസ്സല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഇടും ചേട്ടാ സ്റ്റാറ്റസ്. നമ്മളിപ്പോ എപ്പോഴും ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ലോ നമുക്ക്. അങ്ങനെ ഇട്ടപ്പോ നമ്മൾ മനുഷ്യരാണല്ലോ. അങ്ങനെ ഇട്ടപ്പോ ആൾക്കാര് വന്നു മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഒരുപാട് പേര് നമ്പർ തന്നു. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് പേര്, കുറെ പേര് വാട്സപ്പ് നമ്പറൊക്കെ തന്നു. അപ്പൊ ഞാൻ ചിരിച്ചതാണ്. ഇത് രേണു ഉണ്ടാക്കിയ രണ്ടാമത്തെ കോൺട്രവേഴ്സിയാണ്. രേണു സോഷ്യൽ മീഡിയയിൽ വന്ന് ഭയങ്കര അങ്ങ് എഴുതിയിട്ടു, ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, എനിക്കും എൻ്റെ ലൈഫിൽ ഒരു പാർട്ട്ണർ വേണമെന്ന്. ഈ രേണു സുധി തന്നെയാണ് തലേ ദിവസവും പിറ്റേ ദിവസവും വന്നിട്ട് ഞാൻ ചെയ്യുന്നതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്, സുധിച്ചേട്ടനാണ് എൻ്റെ എല്ലാം, സുധിച്ചേട്ടനെ മറന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഈ രണ്ട് അഭിപ്രായം കാണുന്ന സമയത്ത് നമുക്കിത് പറഞ്ഞൂടെ എന്ത് തെറ്റാണ് ഇതിലുള്ളത്? ഇവരൊരു ദിവസം ഇങ്ങനെ വന്ന് പറയും, പിറ്റേ ദിവസം ഇവരിങ്ങനെ പറയും. ഈ രണ്ട് അഭിപ്രായത്തെ നമ്മൾ എന്താ പറയേണ്ടത്? ഒരാൾക്ക് മൂഡ് സ്വിങ് വരുമ്പോഴേക്കും അത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോലെ എഴുതിയിടുകയാണോ ചെയ്യുക? അല്ലെ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയിടുന്ന പോലെയാണോ എനിക്ക് ജീവിതത്തിൽ ഒരു പാർട്ട്ണറെ വേണമെന്ന് എഴുതിയിടുന്നത്? അത് രേണുസുധിക്കൊക്കെ എത്ര DM വരും, എത്ര മെസ്സേജ് വരും, എത്ര കോൾസ് വരും? അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഈ സാധനങ്ങൾ മുഴുവൻ ഇടുന്നത് രേണുസുധിന് കല്യാണം കഴിക്കും അല്ലെങ്കിൽ രേണുസുധിക്ക് ലവ്വറുണ്ട്, ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ സാധനങ്ങൾ മുഴുവൻ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു കോൺട്രവേഴ്സി ആവാനും, ഒരു വശമാണോ, ഒരു ചർച്ചയാവാനും, അന്നത്തെ ദിവസം ഡിസ്കഷൻ ആവാനും. ഇനിയിപ്പോൾ ഒരു 13-ാം തീയതി വരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, രേണുസുധിയുടെ കണ്ടന്റ് അധികം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ നിഗമനം. ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും അവിടെ ഈ ഓൺലൈൻ മീഡിയക്കാർ വരുമോ എന്നറിയില്ല. ഒരു കണ്ടന്റും ഉണ്ടാവില്ല. കണ്ടന്റ് ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാവരും രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് മറക്കും. കണ്ടന്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെല്ലാവരും എടുത്ത് സംസാരിക്കുന്നത്. ഇവർ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്ത സെക്കൻഡ് കോൺട്രവേഴ്സിയാണ്. പട്ടാളക്കാരൻ കഴിഞ്ഞത് മൂന്നാമത്തെ പറഞ്ഞാണ് ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ വിചാരം ഒരു മുറിക്കകത്ത് ഞങ്ങൾ തമ്മി ഇവരുടെ മനസ്സിലുള്ള പോലത്തെ ആണെന്നാ വിചാരം. ഞാനും അക്ഷയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് പറയാം, അക്ഷയ്ക്ക് പറയാം. രേണുസുധിയുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റാത്തതിന്റെ വിഷമാണോ അത് ആൾക്കാർക്ക്? വേറെ ഒന്നുമില്ലായിട്ടാ രേണുസുധിയിലും കൂടെ അഭിനയിക്കാൻ വേണ്ടി. ഈ സംഭവം രേണുസുധി ക്രിയേറ്റ് ചെയ്ത റിസെന്റ്ലിയിലെ ഏറ്റവും വലിയ കോൺട്രവേഴ്സിയാണ് അക്ഷയുമായി ബന്ധപ്പെട്ട്. അക്ഷയ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് എന്തൊക്കെയാണ് രേണുസുധി സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയത്. അന്ന് ഏതോ ഒരു രാത്രി എന്തോ പാട്ടുപാടി നിൽക്കുന്ന സമയത്ത് ചെല്ലുന്നു, പിടിക്കുന്നു, അതാക്കുന്നു, കഥ പറയുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അവൻ്റെ നോട്ടം ഇവൻ്റെ നോട്ടം. അക്ഷയ് തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ രേണുസുധിനോട് ചോദിക്കുമെന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ സാധനം. രേണുസുധി എൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിൽക്കലുണ്ട്, രേണുസുധിൻ്റെ സാധനങ്ങളെല്ലാം എൻ്റെ ഫ്ലാറ്റിലുണ്ട്, സാരി ഇതൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്, രേണുസുധിക്ക് വന്ന് എടുത്തു പോയിക്കൂടെ? ഇതൊക്കെ നിങ്ങളാണോ വന്ന് പറയുന്നത്? നമ്മളുടെ ഇമാജിനേഷനിൽ രേണു അക്ഷയ് ഒരു ഫ്ലാറ്റിൽ നിന്നല്ല, നിങ്ങൾ പറഞ്ഞതാ. എന്നിട്ട് ആ പറഞ്ഞതിന് നിങ്ങൾ ഏത് പെർസ്പെക്റ്റീവിലാണ് നമുക്ക് സദാചാര വിരുദ്ധം എന്ന് പറയുന്നത്? നിങ്ങളെ മീഡിയക്കാരെ ക്യാമറയും കൊണ്ട് വരുമ്പോൾ വാ തുറന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടേ കുറച്ച് ബോധം വേണം, കുറച്ച് വിവരം വേണം, കഴിക്കുന്ന ഫുഡിൻ്റെ ബുദ്ധി വേണം. അതില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തമന്നേൻ്റെ വയറ് കേൾപ്പിച്ചുതരാം. വേണുവിന്റെ വേറിന് ഫാൻസും ഉണ്ടെന്നേ. കുശുമ്പ് കയറിയിട്ടാണ്, അവർക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ, അതില്ലല്ലോ, അതുകൊണ്ട് കുശുമ്പ്. ഇന്നലെ ഒരു ട്രോള് ഉണ്ടായിരുന്നു തമന്നേന്റെ വയറെന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, ഇനി അത് മതി. അങ്ങനെ ആര് പറഞ്ഞായിരുന്നു? പറയാറുണ്ട്, ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ട്, അപ്പൊ പറയാറുണ്ട്. ഈ ഒരു സാധനം കേട്ടോ, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് രേണുസുധി പറയുകയാണ് എൻ്റെ വയറ് തമന്നേൻ്റെ വയറ് പോലെയാണെന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പം എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്ക് ഒരു കമൻറ്റ് വരുന്നുണ്ട്, കുറേ പേരിടുന്ന കമൻറ്റാണ്. സൈലം എന്ന് പറയുന്നതിലൊരു ടീച്ചർ, മഞ്ജു ടീച്ചറോ രേഷ്മ ടീച്ചറോ ആരെയോ പോലെ ഉണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഹോപ്പ്ഫുള്ളി എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ കമൻറ്റ് അടിക്കാം. ഞാൻ ഒരു തവണ ഗൂഗിളിൽ അടിച്ച് ഞാൻ നോക്കി സൈലത്തിലെ ഈ ടീച്ചറുടെ പേര്. അപ്പോൾ എനിക്കങ്ങനെ വലിയ സിമിലാരിറ്റി തോന്നിയില്ല. പക്ഷെ ഇവർ പറഞ്ഞ സമയത്ത് ഞാനെല്ലാം ലൈക്ക് അടിച്ച് ഞാൻ വിട്ടു. അപ്പോൾ ഈ ചില ആൾക്കാർ വെറുതെ കളിയാക്കാൻ വേണ്ടി പറയും, ചില ആൾക്കാർ വളരെ ആക്ച്വലി പറയും ഭയങ്കര അടിപൊളിയാണ്, സെറ്റപ്പാണ് എന്നുള്ളത്. ഇതൊക്കെ കേട്ട് ഇതിനെ പുന്നാരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചെന്ന് പറയുകയാണ് എനിക്ക് തമന്നേൻ്റെ വയറാണ്. തമന്നേൻ്റെ വയറ് എവിടെ ഇരിക്കണം, രേണുസുധിൻ്റെ വയറ് എങ്കിൽ ഇരിക്കുക. ഇതിന് എന്ത് കുശുമ്പാണ് നമുക്കുള്ളത്? എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള ബോഡിയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. എനിക്ക് ഭയങ്കര മെലിഞ്ഞ് എല്ലുന്തോലും ആവുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരാഗ്രഹവും ഇല്ല. ചിലപ്പോൾ എനിക്ക് രേണുസുധിനോട് കുശുമ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയും എനിക്കൊരു കുശുമ്പുമില്ല. രേണുസുധിയുടെ ഒരു സ്റ്റൈലേ അല്ല എൻ്റെ സ്റ്റൈല്. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും എൻ്റെ ഒരു എല്ലാ സ്റ്റൈലും രേണുസുധിയുടെ സ്റ്റൈലല്ല. പിന്നെ എന്തിനാണ് എനിക്കൊക്കെ രേണുസുധിനോട് കുശുമ്പ്? ദിസ് ഈസ് നോട്ട് അബൌട്ട് കുശുമ്പ്. ഇടാം ഒരാൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതാണ് അവർ കൺവേ ചെയ്യുന്നേ എന്നുള്ളത് കൺവേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് കാലം രേണുസുധി ഇതൊക്കെ ആയിട്ട് അങ്ങ് പോകും.
ഒരു പോയിന്റ് കഴിയുമ്പം രേണുസുധിയുടെ സ്പേസ് അങ്ങ് മാറി വേറൊരു സ്പേസ് വരും. ആ സ്പേസിലോട്ട് ഓൺലൈൻ മീഡിയക്കാരൊക്കെ പോകുമ്പോഴാണ് രേണുസുധിയുടെ അറ്റൻഷൻ താഴോട്ട് പോവുക. കാരണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഫെയിമിലെത്തുന്ന വ്യക്തികൾക്ക് ഒരു ഡൗൺഫാൾ വന്നാൽ ഒരു വലിയ ഇഷ്യൂ അല്ല. പക്ഷേ താൻ പോലും പ്രതീക്ഷിക്കാണ്ട് എങ്ങനെയൊക്കെയോ ഉദിച്ചു കയറുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് പെട്ടെന്നൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ താങ്ങാൻ പറ്റണമെന്നില്ല. അത് താങ്ങാനുള്ള മനക്കെട്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.